ഗുഡ് മോർണിംഗ് മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും ഇന്ന് വ്യാഴാഴ്ചയാണ്. നല്ലൊരു ട്രേഡിംഗ് ഡേ തന്നെ നിക്ഷേപകർക്കും പ്രേക്ഷകർക്കും ആശംസിച്ചുകൊള്ളുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുകയാണ്. എന്നാൽ പൊതുവെ പൂൾസിന് ആശ്വാസം പകരുന്ന തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു നിഫ്റ്റി 50 കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 25,275 എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് ദ ഡേ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റി 50 സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിൽ 25,346.5 എന്നൊരു നിലയാണ്. തുടക്കത്തിൽ തന്നെ 25,300 എന്നൊരു ലെവലിന് മുകളിലേക്ക് ഉയർന്നു എങ്കിൽ പോലും പിന്നീട് ഏകദേശം ഒരു 50ഓളം പോയിന്റ്സിനകത്ത് നിന്ന് വളരെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റി 50 കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡേ ഹൈ ആയിട്ടുള്ള 25,346.5 എന്ന നിലയ്ക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ട് 25,330.25 എന്നൊരു നിലയിലാണ് ഇന്നലെ നിഫ്റ്റി 50 ഒരു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ എടുത്തു പറയണമെന്നൊരു മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത് നിഫ്റ്റിയുടെ PSU ബാങ്ക് ഓഹരികളിലായിരുന്നു. PSU ബാങ്ക് ഇൻഡെക്സ് ആയിരുന്നു ഇന്നലത്തെ ഒരു ബേഴ്സ് പെർഫോമിംഗ് സെക്ടറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2.5% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് PSU ബാങ്ക് ഇൻഡെക്സ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും യൂക്കോ ബാങ്ക്, അതിനോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്ക് പോലെയുള്ള ബാങ്കിംഗ് സ്ഥാപനങ്ങളിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറച്ചുകൊണ്ടുവരും എന്നും അത് ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്നുമുള്ള ധനമന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയും നാഗരാജുവിൻ്റെ ഒരു അഭിപ്രായ പ്രകടനത്തെ തുടർന്നായിരുന്നു ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ വീണ്ടും ഒരു ബാങ്കുകളുടെ ലയനത്തിന് സാധ്യത, ഒരു ലാർജസ്റ്റ് ലെൻഡേഴ്സ് എന്ന നിലയിലേക്ക് പൊതുമേഖലാ ബാങ്കിങ് കമ്പനികളെ മാറ്റാനുള്ള ഒരു സർക്കാരിൻ്റെ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും ലയനത്തിനൊരു സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും PSU ബാങ്ക് ഇൻഡെക്സിന് ഒരു തുണ സപ്പോർട്ട് ചെയ്തെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും ഗ്രാജുവലി ആണ് എങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റിയിലും പൊതുവേ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തുകൊണ്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 55,493.3 എന്ന നിലയിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 6ഓളം ട്രേഡിംഗ് സെഷൻസ് അല്ലെങ്കിൽ 5ഓളം ട്രേഡിംഗ് സെഷൻസിലായിട്ടൊരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഹയർ ഹൈ ആൻഡ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ബാങ്ക് നിഫ്റ്റിക്കും കഴിയുന്നുണ്ട്. ഇനി ആഗോള വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ FOMC യോഗ തീരുമാനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ 25 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു റേറ്റ് കട്ട് തന്നെയാണ് ഫെഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓൾറെഡി ഈ ഒരു തീരുമാനത്തെ മുൻനിർത്തിക്കൊണ്ട് അമേരിക്കൻ വിപണികളിൽ ആ ഒരു പ്രതീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് വലിയ തോതിൽ ഒരു റാലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈ തീരുമാനം വന്നതിന് പിന്നാലെ നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടിരുന്നത്. ഡൗ ജോൺസ് സൂചികയിൽ 0.5% ഒരു മുന്നേറ്റം കുറിച്ചു എങ്കിൽ പോലും നാസ്ഡാക്കും അതിനോടൊപ്പം തന്നെ S&P 500 സൂചികയിലും ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും അതിനോടൊപ്പം തന്നെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അനില, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലെ US വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും FOMC യോഗ തീരുമാനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് നാളുകളായിട്ട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീണ്ടും ഒരു 25 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു റേറ്റ് കട്ടിലേക്കാണ് ഫെഡ് കടന്നിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഈ ഒരു പ്രതീക്ഷ 90% നിക്ഷേപകരും അനലിസ്റ്റുകളൊക്കെ മുൻനിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റാലി നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു തീരുമാനം വന്നതിന് പിന്നാലെ ഡൗ ജോൺസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് രണ്ട് സൂചികകളിലും നേരെ തോതിലുള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ട് വീണ്ടും ഒരു കുതിപ്പ് തന്നെയാണ് കണ്ടിരുന്നത്. അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, അമേരിക്കൻ വിപണിയിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് നമ്മൾ സിറ്റി ബാങ്ക്, ബാങ്ക് ഓഫ് അമേരിക്ക മുതലായ സ്റ്റോക്സ് ഒക്കെ നോക്കുമ്പോൾ നല്ല ശക്തമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഇന്നലെ ഒത്തിരി നാളുകൾക്ക് ശേഷം നമുക്ക് ബ്ലാക്ക് റോക്കിന്റെ കേസിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. ബ്ലാക്ക് റോക്കിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വളരെ ലോ റിസ്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ആ ഒരു സ്റ്റോക്ക് ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്ക് പഠനത്തിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഹൈലൈറ്റ് ദാറ്റ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും പല ഹെവി വെയ്റ്റ്സിലും നമുക്ക് ഇന്നലെ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. NVDA, ആമസോൺ ഇതിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയെങ്കിൽ നമുക്ക് ടെസ്ലയുടെ കേസിൽ ശക്തമായിട്ടൊരു ക്ലോസ് വീണ്ടും കാണാൻ സാധിച്ചിരുന്നു. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് ടെസ്ലയുടെ കേസിൽ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. ടെസ്ല ഇന്നത്തെ ട്രേഡിൽ 430 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ പൊസിഷനും എടുക്കാൻ സാധിക്കും. ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നിലവിൽ ഒരു ഫ്ലാറ്റ് ടോണിലാണ് പ്രധാനമായിട്ടും WTI ക്രൂഡ് ആണെങ്കിലും ശരി, ബ്രെന്റ് ക്രൂഡ് ആണെങ്കിലും ട്രേഡിംഗ് നടത്തി വരുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് കാണുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഒരു നേരിയൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. $65 ആയിരിക്കും നമ്മൾ WTI ക്രൂഡിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 62-ലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 65-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് $67. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ആ ഒരു ബുൾ റാലി വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെയും പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗോൾഡിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. ട്രോയ് ഔൺസിന് $3747 എന്നൊരു നിലയിലാണ് ഇന്നലെ ഒരു പുതിയ ഓൾ ടൈം ഹൈ എത്തിയിരിക്കുന്നത്. പിന്നീട് അതിനുശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടു എങ്കിൽ പോലും ഇപ്പോഴും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ $3662 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിലുള്ള തുടർച്ചയായിട്ടുള്ള മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു ഓവർബോട്ട് സോണിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ സ്വർണം സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 19 ട്രേഡിംഗ് സെഷൻസിൽ സ്വർണത്തിന്റെ കേസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല. ആൻഡ് ഇന്നലെ നമുക്കൊരു വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് സോണിലോട്ടായിരുന്നു നമുക്ക് സ്വർണം പോകുന്നത് കാണാൻ സാധിച്ചത്. പുതിയ ഓൾ ടൈം ആണെങ്കിൽ പോലും ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ എത്തിയതിനു ശേഷമായിരുന്നു ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. കൈവശം എസ്പെഷ്യലി ഷോർട്ട് ടേം ട്രേഡിംഗിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $3670 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെ 25,330 എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്യാനായിട്ട് നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 25,275 മുതൽ 25,350 വരെയുള്ളൊരു 75 പോയിന്റ്സിനകത്ത് നിന്നുകൊണ്ടാണ് ഇന്നലെ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടന്നത്. എന്നിരുന്നാൽ പോലും ത്രൂ ഔട്ട് ദ ഡേ പരിശോധിക്കുമ്പോഴേക്കും കാര്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടക്കാതെ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുമുണ്ട്. നിഫ്റ്റി 50യിലുള്ള ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? പ്രത്യേകിച്ചും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ കാലം സെപ്റ്റംബർ അവസാനത്തോടു കൂടിയായിരുന്നു ഓൾ ടൈം ഹൈയിലേക്ക് നിഫ്റ്റി 50 കുതിച്ചത്. വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, നമ്മൾ നിഫ്റ്റി 50 നോക്കുമ്പോഴേക്കും ഓഗസ്റ്റ് 29-നായിരുന്നു നമുക്കൊരു മേജർ ബോട്ടം കാണാൻ സാധിച്ചത്. അത് 24,404 പോയിന്റിലായിരുന്നു. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നേട്ടം നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി 50യുടെ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 25,420 അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 25,620 ആയിരിക്കും. ആൻഡ് പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദിസ് പോയിന്റ് ലിറ്റിൽ ബിറ്റ് ഏർലി ടു സേ ദാറ്റ്. നമുക്ക് ഈ 25,600 25,700 ആ ഒരു ലെവല് എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് പുതിയൊരു ടാർഗറ്റ് ലെവല് സെറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ എടുത്തു പറയേണ്ട ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത് നിഫ്റ്റി ബാങ്ക് സൂചികയിലായിരുന്നു. ഒപ്പം തന്നെ സ്പെസിഫിക്കലി PSU ബാങ്ക് ഇൻഡെക്സിലായിരുന്നു. അതിലാദ്യം നിഫ്റ്റി ബാങ്ക് സൂചികയിലേക്ക് കാണുന്നത്. ബാങ്ക് സൂചികയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപക്ഷെ നിഫ്റ്റിയുടെ ഒരു അപ്സൈഡ് മൂവ്മെന്റിനെ ക്യാപ്പ് ചെയ്ത് നിർത്തിയിരുന്നത് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 350ഓളം പോയിന്റ്സിന്റെ ഒരു മുന്നേറ്റമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 55,493.3 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി ബാങ്കിൽ തുടർച്ചയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ട്രേഡിംഗ് ഇൻട്രാഡേ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഹയർ ഹൈ ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഏകദേശം ഒരു 4 ട്രേഡിംഗ് സെറ്റ്സിലായിട്ട് നിഫ്റ്റി ബാങ്ക് ക്ലോസും ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഈ ഒരു അണ്ടർ പെർഫോമൻസ് മാറി വരുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? സെപ്റ്റംബർ 3-നായിരുന്നു ഒരു മേജർ ബോട്ടം നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ അതിനുശേഷം കിട്ടിയിരിക്കുന്ന ആ നേട്ടത്തിനെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന ആ ബെയറിഷ് അണ്ടർടോൺ സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. അതായത് ബേസിന്റെ ശക്തി വളരെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ബേസിന് ഇനി കാര്യമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ ഇടാൻ സാധിക്കുമെന്ന്. എങ്കിലും നമുക്ക് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ആക്സിസ് ബാങ്ക്, അതുപോലെ തന്നെ എസ്പെഷ്യലി എടുത്തു പറയാനുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ഞാൻ താമസിക്കാതെ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ അല്പം ലഗേർഡ് ആയിട്ട് കാണുന്നത് ഇൻഡെക്സ് ഹെവി വെയിറ്റ് ആയിട്ടുള്ള HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ കേസിൽ 990 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ HDFC ബാങ്ക് ഒരു സേഫ് സോണിലോട്ട് എത്തിച്ചേരത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ
ICICI ബാങ്കിന്റെ കേസിലും കാര്യമായിട്ട് ഇന്നലെ ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടില്ല. ICICI ബാങ്കിന്റെ കേസിൽ 1440 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കും സേഫ് സോണിലോട്ട് എത്തത്തുള്ളൂ. ബട്ട് ഓവറോൾ നമ്മൾ ബാങ്കിങ് മേഖല നോക്കുമ്പോഴേക്കും ഈ രണ്ട് മേജർ സ്റ്റോക്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ബാക്കി എല്ലാ ബാങ്കിങ് സ്റ്റോക്സിലും നല്ല ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അല്ല ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് അതിൽ വളരെ ശക്തമായിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സർ, PSU ബാങ്ക് ഇൻഡെക്സിലേക്ക് തന്നെയാണ് വരുന്നത്. PSU ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള HDFC ബാങ്ക്, ICICI ബാങ്ക് ഒക്കെ ഒരു അണ്ടർ പെർഫോമൻസ് നൽകുമ്പോൾ പോലും തുടർച്ചയായിട്ടുള്ളൊരു മുന്നേറ്റമാണ് PSU ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ ധനമന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി M. നാഗരാജ് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പല ബാങ്കുകളിലും കേന്ദ്ര സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുമെന്നും 75% താഴേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തം കൊണ്ടുവരും എന്നതടക്കമുള്ള സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. PSU ബാങ്ക് ഇൻഡെക്സിലുള്ള തുടർച്ചയായിട്ട് ഒരു കുതിപ്പിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്ന 7320 പോയിന്റില്. ബട്ട് മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 7550. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിൽ പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. സോ നമ്മൾ PSU ബാങ്കിങ് സ്റ്റോക്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് മുതലായ ഹെവി വെയ്റ്റ്സിലൊക്കെ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് നമുക്ക് താമസിക്കാതെ 7550 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സർ, അതിനോടൊപ്പം തന്നെ PSU ബാങ്ക് ഇൻഡെക്സിൽ തന്നെ യൂണിയൻ ബാങ്കിൻ്റെ ഓഹരികളിലേക്ക് കൂടിയാണ് വരുന്നത്. യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഓഗസ്റ്റ് 29 ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുകയാണെങ്കിൽ പൊതുവെ ഒരു അല്ലെങ്കിൽ അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. കൺസോളിഡേഷൻ ഇടയിൽ വന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് അവിടെ നിന്ന് സെപ്റ്റംബർ 10 ശേഷം നല്ലൊരു മൂവ്മെന്റ് ആണ് കണ്ടിരിക്കുന്നത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികളുടെ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ വളരെ മേജർ റെസിസ്റ്റൻസ് 138 രൂപയിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു നേട്ടത്തിനെ തുടർന്ന് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ 131 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് കറന്റ് ലെവൽസിൽ ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്ക് ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 138 ശേഷം 142, 146, 152. PNB കൂടി വരികയാണ്, അഥവാ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് വരികയാണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഇന്നലെ വളരെ മാസീവായിട്ടൊരു ബൈങ് ആയിരുന്നു കണ്ടിരുന്നത്. നല്ല വോളിയത്തിലുമാണ് ട്രേഡിംഗ് നടന്നിരിക്കുന്നത്. ഏകദേശം 3.25% മുകളിലുള്ളൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ഇന്നലെ PNBയുടെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 29 ശേഷം തുടർച്ചയായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റിലേക്ക് ചില ട്രേഡിംഗ് സെഷൻസിലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നേട്ടം നൽകി വന്ന ഓഹരി കൂടിയാണ് PNB. PNBയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? PNBയുടെ കേസിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. PNBയുടെ കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 115, അതിനുശേഷം 117 കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 121, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 130 ആയിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ മറ്റു ചില ഓഹരികളിലേക്ക് കൂടി വരികയാണ്. പ്രധാനമായിട്ടും ടാറ്റ മോട്ടോഴ്സിലേക്കാണ് വരുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, അതായത് ചില സൈബർ അറ്റാക്ക് മൂലം JLRന്റെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചു എന്നതടക്കമുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. എന്നിരുന്നാൽ പോലും ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 0.8% നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 8 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ വളരെ സൈഡ് വേസ് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് കാണുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ഓഗസ്റ്റ് അവസാനത്തോടു കൂടി നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ബൈങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സോ ഈ കൈവശം ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ 701 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തത്. എങ്കിലും കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. 725 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള 2 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 744, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 763 ആയിരിക്കും.
സർ, അടുത്തായിട്ട് ദീപക് ഫെർട്ടിലൈസേഴ്സിലേക്കാണ് വരുന്നത്. ദീപക് ഫെർട്ടിലൈസേഴ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ 2.5% മുകളിലൊരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് സെപ്റ്റംബർ 12 മുതൽ ഇങ്ങോട്ടേക്ക് ഒരു ഹയർ ഹൈ ആൻഡ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓഹരിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോ കെമിക്കൽസിലുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ വ്യൂ എന്താണ്? ദീപക് ഫെർട്ടിലൈസറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 1510 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ട് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 1565, അതിനുശേഷം 1665 ആയിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ ചില ഓട്ടോ സ്റ്റോക്സിലേക്ക് കൂടി വരികയാണ്. പ്രധാനമായിട്ടും M&Mലേക്കാണ് വരുന്നത്. M&Mനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഡേറ്റ് ലഭ്യമായിട്ടില്ല. M&Mലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? M&M, മാരുതി, ഹ്യുണ്ടായി മുതലായ സ്റ്റോക്സിലൊക്കെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഈ സ്റ്റോക്സിലൊക്കെ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻഫാക്ട് M&Mന്റെ കേസിൽ 3660 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പുതിയ ലോങ് പൊസിഷൻ പോലും കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 3525 രൂപയായിരിക്കും. ആൻഡ് 3660 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. 3800, 3850, 3920 ഇത് മൂന്നുമായിരിക്കും അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. സർ, അതിനൊപ്പം ഓല ഇലക്ട്രിക്കിലെ കൂടി വരികയാണ്. ഓലയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം ഒരു ഓഗസ്റ്റിൻ്റെ സെക്കൻഡ് വീക്കോട് കൂടി, ഓഗസ്റ്റ് 13-ാം തീയതിക്ക് ശേഷമൊക്കെ പരിശോധിക്കുമ്പോൾ തുടർച്ചയായിട്ട് നേട്ടം നൽകി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം കഴിഞ്ഞൊരു സെപ്റ്റംബർ 4-ന് നല്ലൊരു മുന്നേറ്റം നടത്തിയതിനു ശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെയും ഏകദേശം 0.5% മുകളിലൊരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓലയിലുണ്ടായിരുന്ന ഒരു ബുള്ളിഷ് മൊമെന്റം കൈവിട്ടിട്ടുണ്ടോ? അല്ല, നമുക്ക് ഒലയുടെ കേസിൽ സെപ്റ്റംബർ 11-നായിരുന്നു നമുക്ക് ഇതിന്റെ ഓഗസ്റ്റ് 11-നായിരുന്നു ഇതിന്റെ മേജർ ബോട്ടം കാണാൻ സാധിച്ചത് 40 രൂപയിൽ. അവിടെ നിന്നും പെട്ടെന്ന് ഒരു കുതിപ്പായിരുന്നു 10 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് നമുക്ക് നൽകിയത്. ആ 40 രൂപയിൽ നിന്നും പിന്നീടുള്ള മേജർ ടോപ്പ് നമുക്ക് നൽകിയിരിക്കുന്നത് 71 രൂപ. ആ ഒരു ലെവലിൽ കാണാൻ സാധിക്കുന്നത് ഈ സെപ്റ്റംബർ 4-ാം തീയതി ആയിരുന്നു. അതിനുശേഷം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയി സ്റ്റോക്കിൽ നടന്നു വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 54-ലായിരിക്കും നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 61 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 65, അതിനുശേഷം 70 ആയിരിക്കും. സർ, അടുത്തതായിട്ട് ACC ലിമിറ്റഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ACCയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏകദേശം 0.5% മുകളിലൊരു നഷ്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതേസമയം സിമന്റ് ഓഹരികളെ സംബന്ധിച്ച് പൊതുവെ ബുള്ളിഷ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യ ടേബിൾ പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു ശക്തമായിട്ടൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ മൊമെന്റം കൈവരിക്കാൻ സാധ്യതയുള്ള ഓഹരികളിൽ നിന്ന് പല ബ്രോക്കറേജുകളും അവരുടെ ഒരു ഫോക്കസിലേക്ക് സിമന്റ് ഓഹരികളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ACCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ACCയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1775-ലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1922 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സർ, അതിനോടൊപ്പം തന്നെ അൾട്രാടെക്കിലേക്ക് കൂടി വരികയാണ്. അൾട്രാടെക്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു സെപ്റ്റംബർ 4-ന് ഒരു ഓൾ ടൈം ഹൈ 13,097 രൂപ എന്നൊരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിൽ നിന്ന് വീണ്ടും റിക്കവർ ചെയ്തുകൊണ്ട് വീണ്ടും ഒരു മുന്നേറ്റമാണ് കാണുന്നത്. ഇന്നലെയും 1% മുകളിൽ ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. അൾട്രാടെക് സിമന്റ് ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൾട്രാടെക്കിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 12,300-ലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എങ്കിലും കറന്റ് ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. 13,100 ആയിരിക്കും ഈ സ്റ്റോക്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ്.
ചില ഡിഫൻസ് ഓഹരികളിലേക്കാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് പാരസ് ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പാരസ് ഡിഫൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള നേട്ടമാണ് ഈ ഒരു ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 10 ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും വലിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടക്കാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് കാണുന്നത്. ഇന്നലെയും 1.25% നേട്ടം നൽകിയിട്ടുണ്ട്. പാരസ് ഡിഫൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പാരസ് ഡിഫൻസിന്റെ കേസിലാണ് നമുക്ക് ബുള്ളിഷ് അണ്ടർടോൺ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ എസ്പെഷ്യലി ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിരുന്നു. ആ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 680 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 780, 815, 870. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മാത്രമേ പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവൂ. സർ, അപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് കൂടി വരികയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ 3.5% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് സിഗ്നിഫിക്കന്റ് ഒരു പൊസിഷനുള്ള ഒരു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ആൻഡ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു 10-15 ട്രേഡിംഗ് സെഷൻസിൽ കിട്ടിയിരിക്കുന്ന ഒരു നേട്ടത്തിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 1980 രൂപ. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. സർ, അപ്പം തന്നെ IT ആൻഡ് അലൈഡ് സർവീസിൽ പ്രവർത്തിക്കുന്ന ചില ഓഹരികളിലേക്കാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് ആർ സിസ്റ്റംസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നുള്ള ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ ഏകദേശം 0.5% അടുത്തൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഈ ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒന്നും തന്നെ കാണാനും സാധിച്ചിട്ടില്ല. ആർ സിസ്റ്റംസ് ഇന്റർനാഷണൽ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ആർ സിസ്റ്റം ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 398. ബട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് ടാറ്റ ടെക്നോളജീസിലേക്കാണ് വരുന്നത്. ടാറ്റ ടെക്നോളജീസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ ആയിരുന്നു ഇന്നലെയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പരിശോധിക്കുമ്പോഴേക്കും കൂടുതലായിട്ടും ഒരു ഫ്ലാറ്റ് സ്റ്റോണിലേക്ക് വലിയ തോതിൽ വോളറ്റിലിറ്റി കാണാതെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ഈ ഓഹരിയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ടാറ്റ ടെക്നോളജിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടാറ്റ ടെക്കിന്റെ കേസിലും ഡിസ്ക്ലോഷർ എനിക്ക് നിലവിൽ ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് ടാറ്റ ടെക്കിന്റെ കേസിൽ കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ടായിരുന്നു നീങ്ങിയിരിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകൾക്കിടയിൽ ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. ഐ എം സീയിങ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഇൻ ദ സ്റ്റോക്ക്. 720 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ടത്. എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഇന്നല്ലെങ്കിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 730, 740, 750, 760. സർ, അടുത്തായിട്ട് റെഡിങ്ടണിലേക്കാണ് വരുന്നത്. റെഡിങ്ടണെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം, അതായത് സെപ്റ്റംബർ 16 വളരെ മാസീവായിട്ടുള്ളൊരു ബൈയിങ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 19.38% നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിട്ടുമുണ്ട്. ഏകദേശം 1% നേട്ടം നൽകിക്കൊണ്ടാണ് റെഡിങ്ടൺ ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. റെഡിങ്ടണിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? റെഡിങ്ടന്റെ കേസിലും നമുക്ക് കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു. ബട്ട് അല്ല ചൂണ്ടിക്കാണിച്ചതുപോലെ 2 ട്രേഡിംഗ് സെഷൻസ് മുൻപായിരുന്നു ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ പെട്ടെന്ന് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് അല്ല ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ നമുക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്നും നാളെയും തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 265 മുതൽ 278 വരെ ആയിരിക്കും. ഈ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. സർ, അടുത്തായിട്ട് DCS സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഏകദേശം ഒരു 0.5% നേട്ടം നൽകിക്കൊണ്ട് ട്രേഡിംഗ് അവസാനിപ്പിച്ച ഒരു ഓഹരി കൂടിയായിരുന്നു ഇത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
DCX വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ബട്ട് എങ്കിലും ഈ സ്റ്റോക്കിലും നമുക്ക് ഓഗസ്റ്റ് അവസാനത്തോടു കൂടി ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസായി മാറിയിട്ടുമുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 288. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി മാറും. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തു. ഏതായാലും പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായിട്ട് സൂചിപ്പിക്കുകയാണ്, ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല നൽകിയിരിക്കുന്നത്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷവും ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിന് അഡ്വൈസ് ചെയ്തതിനു ശേഷവും മാത്രം നിങ്ങളുടെ നിക്ഷേപം നടത്തുക. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിനെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം തന്നെ സ്റ്റോക്കിംഗ് ന്യൂസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്കിന്നറിൽ കാണാം. Stay tuned.